മൊത്തം ചിക്കൻ്റെ സാധനങ്ങൾ, പരിപ്പ് കറി, സാമ്പാർ. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മത്ത് പിടിച്ചിറങ്ങി പോകേണ്ടി വരും. കംപ്ലീറ്റ് ജാപ്പനീസ്, പക്ക ജാപ്പനീസ്. ചിക്കൻ രാമൻ. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഉബർ വഴി ടാക്സി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സി നമുക്ക് ഹോട്ടലിനകത്ത് കയറി പിക്ക് ചെയ്യും. ഹായ്, 7137. പക്ഷെ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വരില്ല. അതാണ് സംഭവം, മനസ്സിലായോ? ഹായ്, where is Bhuwani? Hi, welcome. Hi, do you want to remove the shoes? Just a second. Okay, thank you. How are you? This is a new office. Yeah. All the best. How is it? How's it? Finally, you started something. This was your previous office or you changed it? Previous office is closed now. We just moved it here. Okay. Yeah. That's nice. Just 10 minutes. I'm talking with auditor. Okay, okay. You didn't finish it? Juice. No, I'm fine. Tell me. No, it's okay. Tea. Anything. Chai is okay. Anything was okay. Okay. Tamil Nadu chai is okay. Anything is okay. ഞാനിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിൽ വന്നാണ്. അപ്പോൾ അവൻ അവിടെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുക. അപ്പോൾ എനിക്കിവിടെ ചായ ഓർഡർ ചെയ്ത്. ഇത് കണ്ടില്ലേ ചായ, ഇങ്ങനെയാണ് ചായ വരുന്നത് ചെന്നൈയിൽ. ഇത് കൊച്ചിയിൽ ഈ പരിപാടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും സംഭവം ഒരു ഭയങ്കര കോമഡിയാണ്. ഇതിനകത്ത് പരസ്യവും, അതായത് ചായ കിങ് എന്ന് പറഞ്ഞാൽ ചായക്കടയുടെ ഒരു ഇതാണ്, എന്താ പറയുക, ചായക്കടയിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്ദിര എന്ന് പറഞ്ഞ സിനിമയുടെ പരസ്യം അതിനകത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും ചായകൾ അവർക്ക് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അടിപൊളി. ഇതിങ്ങനെ തുറക്കുക, എന്നിട്ട് ഇതിനകത്ത് ഗ്ലാസ്സും ഉണ്ടാവും, 2 ഗ്ലാസ്സും ഉണ്ടാവും. എന്നിട്ട് ആ ഗ്ലാസ്സിനകത്തോട്ട് ചായ ഒഴിക്കുക, എന്നിട്ട് കുടിക്കുക. കൊള്ളാമല്ലേ പരിപാടി. ഈ ചായയൊക്കെ ഓർഡർ ചെയ്യുന്ന ദൈവമേ, എങ്ങനെയൊക്കെയാണോ ചായയൊക്കെ സ്വിഗ്ഗിക്കകത്തും സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ വരുന്നത്. പഞ്ചസാരയും കൊടുത്തിട്ടുണ്ട്. നല്ല ചായയാണ്. എങ്ങനെയൊക്കെയുള്ള ഇന്നോവേഷനല്ലേ നടക്കുന്നത്. വേർ ഈസ് ദിസ്? ഞങ്ങളങ്ങനെ ഇവൻ്റെ ഓഫീസിൽ നിന്ന് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് മഞ്ഞൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഭയങ്കര തിരക്കാണല്ലോ. മഞ്ഞൾ എന്തോ ഇത്, എവിടെയോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. മഞ്ഞൾ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റാണ്, ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞ് വന്നതാണ്. മഞ്ഞൾ. Oh, this is famous. Thanks to Kamal sir to choose Manjal. Even Rajinikanth came here. Rajinikanth came here? That's famous? His house is nearby. His house is nearby? Okay. അതുകൊള്ള. പേര് ഹലോ. ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ ലൈവായിട്ട്. ചിക്കനും ഫിഷും പല പല സംഭവങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം മഞ്ഞയാണ്. ഇതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് നോക്കി. ഇത് ഇത്രയും സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇവരിവിടെ വിളമ്പുന്നത്. ഒടുക്കത്തെ ഭംഗിയാണല്ലോ കാണാൻ തന്നെ. ഇവിടെ കുറേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ട്, ഇത് മൊത്തം ചിക്കൻ്റെ സാധനങ്ങൾ, ഇത് മൊത്തം മട്ടൺ, ഇത് മൊത്തം ഫിഷിൻ്റെ സംഭവങ്ങൾ. ഈ സാധനമൊക്കെ കണ്ടില്ല, ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ച് നമ്മളെ കാണിച്ചിട്ട് നമ്മുടെ ഓർഡർ എടുത്തിട്ട് അവർ പോയി. ഹൗ ആർ യു മാൻ? I'm good, bro. Yeah, congratulations for your new office. അയ്യോ കൊള്ളാം. ഐ ഡോണ്ട് വാണ്ട് ടു ഹാവ് എവറിത്തിങ്, ബട്ട് ഇത് കുറേ തവണ വന്നാൽ മാത്രമേ എല്ലാം കഴിക്കാൻ പറ്റുള്ളൂ. ചോറ് കൊണ്ട് തന്ന് അതിൻ്റെ കൂടുതൽ ചിക്കൻ്റെ ഗ്രേവി, പിന്നെ ഒരു കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്. സ്നാക്സ് അല്ല, ചോറിൻ്റെ കൂടുതലുള്ള കുറേ സംഭവങ്ങൾ. ചിക്കൻ, പിന്നെ പ്രോൺസ്, അങ്ങനെ വെജ് മീൽസ്, നോൺ വെജ് മീൽസ്. നമ്മുടെ ചോറിൻ്റെ കൂടുതൽ സാമ്പാറും പിന്നെ നമ്മുടെ കൂട്ടുകാരെയും കിട്ടുന്ന പോലെ ഇവിടെ അങ്ങനെ കുറച്ച് കൂട്ടുകാരെയും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കറി ഉണ്ട് തന്നിരിക്കുകയാണ്. പരിപ്പ് കറി, സാമ്പാർ, പിന്നെ വേറെ എന്തൊക്കെയോ കുറേ ഗ്രേവിയും അതും ഇതും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ കുളമ്പൊക്കെ എങ്ങനെ കൊണ്ട് തരുവാണ് ഇടയ്ക്ക്. See you bro. See you buddy. Bye. Thank you so much for coming to Chennai. And thank you so much for for the food also from മഞ്ചൽ ഫുഡ് സൂപ്പർ ആയിരുന്നു. നൈസ്. ഈ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മത്ത് പിടിച്ചിറങ്ങി പോകേണ്ടി വരും. ഒരു കിടില സെറ്റപ്പ്. നിങ്ങൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ നോക്കണം. ഇറ്റ് വാസ് റിയലി നൈസ്. കുറേ വെറൈറ്റി ഓഫ് ഫുഡുണ്ട്. കുറച്ച് ദൂരെയായിരുന്നു. ഇത് ഏതാ ലൊക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സംവെയർ നിയർ ടു പയസ് നഗർ, അങ്ങനെ എന്തോ ഒരു സ്ഥലത്തിന് അടുത്താണ്. ഹലോ. 8930. நல்லா இருக்கா? சாப்பிடாச்சா? 8930. நம்மளதெல்லாம் கட்டாயத்துக்கு 1 மணிக்கெல்லாம் ஃபினிஷிங். ஓகே. காலையில 8 o'clock. நைட் 10 o'clock. கரெக்ட் டைமா? ஓகே. என்ன டியூட்டி இருந்தாலும் சரி, முதல்ல சாப்பிட்டு தான் வேலை. ஓ, அதுதான் முக்கியமே. ஓகே. நீங்க இங்க நல்லா இருந்ததா? நல்லா இருந்தது.
ஃபர்ஸ்ட் டைம் தான் இங்கே வெரி ஃபேமஸ் தானே. மஞ்சள் ஃபேமஸ். ஒரு ஃப்ரெண்டு கூட்டிட்டு வந்து இங்கே. இட் வாஸ் நைஸ். மஞ்சளா மஞ்சள் எல்லோ. കുറാക്കു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഫ്രം ഗിൻസ ടോക്കിയോ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഗ്രീൻ പാർക്ക് ഹോട്ടലിലാണ്. ഞാൻ ഇന്നലെ താമസിച്ച നമ്മുടെ ലേ മെറിഡിയൻ ഹോട്ടലൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അയ്യോടാ ഇത് സ്വർഗം. ഇതിൻ്റെ പുറത്ത് തന്നെ എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. അയ്യോ അടിപൊളി. ഇത് ഇങ്ങനെയൊക്കെ വേണം ഹോട്ടലുകൾ പണിയാനായിട്ട്, അല്ലെങ്കിൽ ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഗ്രീൻ പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഇവിടെ എനിക്ക് റൂം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേറെ സ്ഥലത്തൊക്കെ റൂം എടുത്തത്. എന്തെങ്കിലും ആയിട്ട് അതൊക്കെ അബദ്ധം പറ്റി. അപ്പോൾ നമുക്ക് കുരാക്കു എന്ന് പറയുന്ന ഈ ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തമിഴ് ട്രക്കർ ഭുവനിയും ഇപ്പോൾ വരും. സോ ഭുവനിയും ഞാനും കൂടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അവൻ ഇവിടുത്തെ ഫുഡ് സ്പോട്ടൊക്കെ ഭയങ്കരമായിട്ട് അറിയാം, അല്ലെങ്കിൽ ഇവിടുത്തെ ലോക്കൽസ് ആകുമ്പോഴത്തേക്കിനും ദേ നോ ദ തിങ്സ് വെരി വെൽ നോ. സോ ഹീ ഈസ് ഓൾസോ ഹിയർ. ഞാനിപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഒരു അടിയിടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ. സോ ജാപ്പനീസ് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ കഴിക്കുക? ലെറ്റ്സ് ഗോ ആൻഡ് സീ. കുരാക്കു ഈസ് എ ജാപ്പനീസ് company which runs 15 Japanese restaurant in Japan, 1 in China, 1 in Sri Lanka, 6 branches in India. കൊള്ളാലോ. ഏതെങ്കിലും ഇന്ത്യക്കാരൻ്റെ ആയിരിക്കും. കയറി വരുമ്പോൾ തന്നെ ഇവിടെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട്. മെനു ഒക്കെ നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം പോയാൽ പോരെ. ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഫ്രം ഔട്ട്സൈഡ് ആർ നോട്ട് അലൗഡ്. We do not take any responsibility for any trouble or loss or damage outside opening hours. ഇതാണ് ഓപ്പണിംഗ് ടൈം. ലൈറ്റ് ഡ്രിങ്ക് സെറ്റ്. ഇത് പ്യൂർലി ജാപ്പനീസ് ആണല്ലോ. ദൈവമേ അടിപൊളി. ഇത് കംപ്ലീറ്റ് ജാപ്പനീസ്, പക്ക ജാപ്പനീസ്. ഇത്ര സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ബ്രോ ഇത് ഫുൾ ജാപ്പനീസ് ബ്രോ? പ്യൂർ ജാപ്പനീസ്. അടിപൊളി. സോ യാ ഷോ വിൽ ഗോ ആൻഡ് ട്രൈ. പോളാം. രാമൻ വിൽ ബി ഗുഡ് ഐ ഗസ്. ലെറ്റ്സ് സീ. ഗൈസ് ഞങ്ങൾ ഇതിനകത്ത് കയറി വന്നപ്പോഴത്തേക്കിന് ഇവരെല്ലാം കൂടെ എന്തൊക്കെയോ നിലവിളിച്ച് അലച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഗൈസ് നോക്കിയപ്പോൾ ഇതിനകത്ത് ഒത്തിരി ജപ്പാൻകാർ. എൻ്റെ പുറകിലൊക്കെ ഇഷ്ടംപോലെ ജപ്പാൻകാർ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത്. ഇവരൊക്കെ ജപ്പാൻകാർ കഴിച്ചിട്ട് ലോട്ട് ഓഫ് ജാപ്പനീസ് ഇൻ ചെന്നൈ. lot of people working in some company for metro and some അടിപൊളി. ഇവിടെ ഇത്രയും ജപ്പാൻകാരുണ്ടായിരുന്നു. പക്ഷേ ജപ്പാനിൽ പോകാൻ തന്നെ ജപ്പാൻകാരെ കണ്ടു. ഗൈസ് നമ്മൾ if you come in the evening you can see more than 100 people. Really? Japanese. Oh my god. അരികത്ത് കുസൈമസ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ ഇവിടെ. Already they got the order in machine. But this is just like gimmicks. ആട് കൊള്ളാം. ഇത് നമ്മുടെ മിനിസോയിലെ മറ്റേ സാധനമാണേ, ടവല. ഇത് കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ, ഇതൊരു ഗുളികയുടെ വലിപ്പമുള്ളൂ. കണ്ടോ, നമ്മുടെ പോളം ഇല്ല, മുട്ടയുടെ വലിപ്പമുള്ളൂ. ഇതിങ്ങനെ ഇതിനകത്തേക്ക് ഇടുക. ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും കണ്ടോ ഇതിങ്ങനെ വലുതായി വരുന്നുണ്ടോ. ഇത് എന്നിട്ട് എടുത്തിട്ട് വെറ്റ് വൈപ്പ് പോലെ നമുക്ക് മുഖം തുടയ്ക്കാം. Special in this restaurant. Spicy? Not spicy. No. Chili and garlic. Chili garlic. Chili, onion. എന്തോ ഒരു സോസാണ്. You can try it. I think it's kind of sweet, I guess. No? ഓക്കെ. പിന്നെ ഫുള്ള് ജാപ്പനീസ് സാധനങ്ങളാണ്, പ്ലേറ്റും കാര്യങ്ങളും പിന്നെ ചോപ്പ് സ്റ്റിക്കും പരിപാടികളും. വേറെ കുറേ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ വേറെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഇത് പ്രൈവറ്റ് റൂംസ് ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ കുറേ പ്രൈവറ്റ് റൂംസ് ഒക്കെ ഉണ്ട്. ആ പ്രൈവറ്റ് റൂംസിൽ നമുക്ക് വരുന്ന ഭക്ഷണം കഴിക്കാം. പിന്നെ ഇവിടെ കുറേ ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കയറാനായിട്ട് ചിലപ്പോൾ ഷൂ ഊരിയിടണോ ചെരുപ്പ് ഇടണോ എന്താണെന്ന് അറിയത്തില്ല. അതായത് ഇതിനകത്ത് ഷൂ അലൗഡല്ല, ഇതിനകത്ത് കയറി ഫുഡ് കഴിക്കണമെങ്കിൽ. അപ്പം ടോയ്ലറ്റിൽ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോകാനായിട്ട് ചെരുപ്പ് വെച്ചിട്ടുണ്ട് ഇവിടെ. കൊള്ളാം കേട്ടോ ഈ സംഭവം. നമ്മുടെ ആ ഹോട്ടലിൻ്റെ താഴെയാണ്. ഇവിടെ ബാറും ഉണ്ട്, ജാപ്പനീസ് മദ്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ എന്തോ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഫുഡ് റെഡിയായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തോ ഒരു സ്റ്റാർട്ടർ പറഞ്ഞിട്ടുണ്ട്, ആ സാധനം വരുന്നുണ്ട്. ഓ നമ്മളൊരു ചിക്കൻ സാധനം പറഞ്ഞായിരുന്നു, അതാണിപ്പോൾ വന്നിരിക്കുന്നത്. ടൊറീനോ കരാഗെ ടൊറീനോ കരാഗെ ചിക്കൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ചിക്കൻ ഫ്രൈ ആണ് കഴിച്ചത്, ചിക്കൻ ഫ്രൈ. അപ്പോൾ വേറെ എന്തൊരു സാധനങ്ങളുണ്ട്. അതും എന്തോ ഒരു ചിക്കൻ. ഇസ് ദാറ്റ് മോമോസ്? സംതിങ് ലൈക്ക് മോമോസ്. ഓക്കെ. അതിൻ്റെ മേളിൽ നമ്മുടെ അപ്പം പോലൊരു സാധനം ഇരിക്കുന്നുണ്ടോ. ഡംപ്ലിങ്സ് ആണ് ബേസിക്കലി. ഐ തോട്ട് ഇറ്റ്സ് ജസ്റ്റ് ദ നോർമൽ ഫ്രൈഡ് ചിക്കൻ, ബട്ട് ഇറ്റ്സ് ഹാവിങ് എ ഫ്ലേവർ. ഇതിന് ഒരു ടൈപ്പ് ഫ്ലേവർ ഉണ്ട്. This is something like hoppers. Oh, you take it like that. Okay, it's gonna be very hot, I guess. Just dip in the soy sauce. Okay. ഇത് കൊള്ളാട്ടോ സാധനം. ഇത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഫ്രഷ് ഉണ്ടാക്കിയതാണ്. ഫ്രഷ്. There is one more restaurant. You can't find in Google. Okay.
but you have to pre-book it. Then only you can go. Then only you can get address. Ramen? Chicken? Yes. ഓക്കെ താങ്ക് യു. ഇതാണ് സ്പൈസി ചിക്കൻ രാമൻ. ഒരു കൈൻഡ് ഓഫ് നൂഡിൽ സൂപ്പിനെയാണ് ബേസിക്കലി രാമൻ എന്ന് പറയുന്നത്. അത് പല ഫ്ലേവറിൽ പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങളായിരിക്കും വരിക. ഇതിനകത്ത് ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇതേപോലെ ഈ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. സോ ഇതിങ്ങനെ ആ ഒരു നൂഡിൽ ഇങ്ങനെ ഈ ചോപ്പ് സ്റ്റിക്കും വെച്ചെടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. അതാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത്. Actually, if you eat ramen, if you don't eat properly, your trust will get spoiled. Okay. I spoiled many white shirt in Japan. Wow. Good. I spoiled a lot of shirt in China. Eating hot pot. Eating hot pot. Yeah. In Sichuan. This is very hot. Yeah. This is spicy. Oh. But it's good. Yeah, it's good. ഇത് ടിപ്പിക്കൽ ജാപ്പനീസ് കറി റൈസാണ്. റൈസ് കറി വിത്ത് അതൊരു ഗ്രേവി കൈൻഡ് ഓഫ് തിങ് ആണ്. അതിൻ്റെ മേളിൽ ചിക്കൻ്റെ പീസസും ഉണ്ട്. അതാണ് ബേസിക്കലി ഈ സാധനം. Similarly like Indian food. ഓക്കെ. ഇവിടെ വരുന്നവർക്ക് മറ്റേ ജാപ്പനീസ് കുടയൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ അതൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിനുള്ള കുടയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മറ്റേ കൊട്ടുപൊടി ഗൈസ്. താങ്ക് യു. അരികത്ത് ഗൊസായിമസ്. ആകെ അറിയാവുന്നൊരു ജാപ്പനീസ് വാക്ക് അതാണ് അരികത്ത് ഗൊസായിമസ്. അത് നമ്മൾ പറഞ്ഞു അരികത്ത് ഗൊസായിമസ്. ഇവിടെ ജാപ്പനീസ് മദ്യമൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അകത്ത് കയറി വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ ഹോട്ടലിൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. നോക്കി എന്ത് അടിപൊളി സെറ്റപ്പാന്ന് നോക്കി. ഈ ഹോട്ടൽ എന്ത് നീറ്റാണ്, എന്ത് ക്ലീൻ ആണ്. പുതിയ ഹോട്ടലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ ഹോട്ടൽ, റൈറ്റ്? ഇറ്റ്സ് എ ന്യൂ ഹോട്ടൽ? നോ. അത് ശരി. അപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹോട്ടലുകൾ എന്നും പുതിയതുപോലെ ഇടാമെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് കഴിച്ച് ഈ കാണുന്ന ഹോട്ടൽ. ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞാൻ ഇവൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇത്ര നേരം ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവനും ഞാനും. അവൻ അടുത്ത ട്രിപ്പിനുള്ള ടിക്കറ്റ്, ഞാൻ എൻ്റെ അടുത്ത ട്രിപ്പിനുള്ള ഈ ബുക്ക് പറ്റില്ല, ഞാൻ ബുക്ക് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഹീ ഈസ് ഗോയിങ് ടു ഐസ്ലാൻഡ് ഗ്രീൻലാൻഡൊക്കെ പോകാൻ പോവാണ് പുള്ളി. നമ്മൾ അടുത്ത ട്രിപ്പ് പോകാൻ പോവാണ്. സോ എനിവേ ഓൾ ദി ബെസ്റ്റ്. Thank you for your trip. US കണ്ടിപ്പാ ഐ വിൽ ബി there in October and till October end. If you are coming before that we can meet there. Yes. അപ്പോൾ see you. Thank you. Thanks for coming. അങ്ങനെ ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ടെർമിനൽ 1 നിന്നാണ് നമ്മുടെ ഇൻഡിഗോ വിമാനം കൊച്ചിയിലേക്കുള്ളത്. ഇത് ടെർമിനൽ 2 അണ്ണ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ടെർമിനൽ 2 ഇങ്ങേറ്റം, ടെർമിനൽ 1 അപ്പുറത്തെ സൈഡ്. അങ്ങനെയാണ്. ഇത് ഇൻ്റർനാഷണൽ, അത് ഡൊമസ്റ്റിക് ആണെന്ന് തോന്നുന്നു. കൊച്ചി ഫ്ലൈറ്റ് ബോർഡിങ് കാണിക്കുന്നത് അത് വേറെ ഫ്ലൈറ്റാണ് ബോർഡിങ്. എൻ്റെ ഫ്ലൈറ്റ് ബോർഡിങ് അല്ല. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. കൊച്ചിയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് വിമാനത്തിൽ കയറി കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങി ടാക്സിയിൽ കയറി വീട്ടിലേക്ക് വരുന്ന വഴി റോഡിൽ മൊത്തം പോലീസുകാർ. എയർപോർട്ടിലും പോലീസുകാർ, റോഡിൽ മൊത്തം പോലീസുകാർ. നമ്മുടെ അമിത്ഷാ ഇങ്ങോട്ട് വരുന്ന സമയമായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു മൊത്തത്തിൽ പോലീസുകാർ. എന്നിട്ട് അവസാനം എടപ്പള്ളിയിൽ നിന്ന് നേരിട്ട് വരാൻ പറ്റിയില്ല. എടപ്പള്ളി വന്നപ്പോഴത്തേക്കും വഴിയൊക്കെ തിരിച്ചു വിട്ട് ബ്ലോക്ക് ചെയ്ത് പിന്നെ ഏതൊക്കെ ഓടുവഴി കൂടെയൊക്കെയാണ് വന്നത്. സോ അങ്ങനെ ഫൈനലി ഐ എം ബാക്ക് ഹോം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. വെയിറ്റ്.